ഹലോ. RDNA ടെക്നോളജിയിൽ നമ്മുടെ ജീൻ ക്ലോണിങ്ങിന് നമുക്ക് ആവശ്യമായിട്ടുള്ള മറ്റൊരു ടൂളാണ് ക്ലോണിംഗ് വെക്ടേഴ്സ്. വെക്ടേഴ്സിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അല്ലേ. പല രീതിയിലുള്ള വെക്ടേഴ്സ് നമ്മൾ നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഹോസ്റ്റ് സെല്ലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ലൈക്ക് പ്ലാസ്മീഡ്സ്, കോസ്മീഡ്സ്, ഫാസ്മീഡ്സ്, ബാക്ടീരിയ ഫേജസ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ 2 വെക്ടേഴ്സിനെ മാത്രമേ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. നമുക്ക് ആവശ്യമായിട്ടുള്ള മെയിനായിട്ട് നമുക്ക് വേണ്ടത് പ്ലാസ്മിഡ്സ് ആണ്. ക്ലോണിങ് വെക്ടേഴ്സിൽ പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാസ്മിഡ്സിനെയാണ്. പ്ലാസ്മിഡ്സ് എന്ന് പറയുമ്പോൾ എക്സ്ട്രാ ക്രോമോസോമൽ DNA ഓഫ് ബാക്ടീരിയ അല്ലെ, എക്സ്ട്രാ ക്രോമോസോമൽ സർക്കുലർ DNA ഓഫ് ബാക്ടീരിയ. മറ്റൊന്ന് ഇവിടെ കൊടുത്തേക്കുന്ന ബാക്ടീരിയ ഫേജസ് ആണ്. പ്ലാസ്മിഡ്സ് ആൻഡ് ബാക്ടീരിയ ഫേജസ്. വേറെയും വെക്ടേഴ്സ് ഉണ്ട്, ഞാൻ പറഞ്ഞു കോസ്മീഡ്സ്, ഫാസ്മിഡ്സ് എന്നൊക്കെ പറഞ്ഞില്ലേ, അങ്ങനെ വേറെയും വെക്ടേഴ്സ് ഉണ്ട്. നിങ്ങൾ പ്ലാസ്മിഡ്സും ബാക്ടീരിയ ഫേജസും മാത്രം ഓർത്തിരുന്നാൽ മതി. ബാക്ടീരിയ ഫേജ് എന്ന് പറയുമ്പോൾ എന്താണ്? ദ വൈറസ് ദാറ്റ് ഇൻഫെക്ട് ബാക്ടീരിയ അല്ലെ. അപ്പൊ ഇവര് രണ്ടുപേരും നമുക്ക് വെക്ടേഴ്സ് ആയിട്ട് പ്രധാനമായിട്ടും ഉപയോഗിക്കാം. ബിക്കോസ് ദേ ഹാവ് ദ എബിലിറ്റി ടു റെപ്ലിക്കേറ്റ് വിതിൻ ബാക്ടീരിയൽ സെൽസ്. ബാക്ടീരിയൽ സെൽസിനകത്ത് റെപ്ലിക്കേറ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉള്ളവരാണ് ഇവർ രണ്ടുപേരും. ഇൻഡിപെൻഡന്റ് ഓഫ് ദ കൺട്രോൾ ഓഫ് ക്രോമോസോമൽ DNA. അതായത് ക്രോമോസോമൽ DNA ഹെൽപ്പ് ഇല്ലാതെ, ക്രോമോസോമൽ DNA കൺട്രോൾ ഇല്ലാതെ റെപ്ലിക്കേഷൻ പോസിബിൾ ആയിട്ടുള്ള ആൾക്കാരാണ് ഈ പ്ലാസ്മിഡ്സും ബാക്ടീരിയ ഫേജസും. ഓക്കെ, ആൻഡ് ബാക്ടീരിയ ഫേജസ്, ബിക്കോസ് ഓഫ് ദെയർ ഹൈ നമ്പർ പെർ സെൽ, they have very high copy numbers of their genome within the bacterial cells. ബാക്ടീരിയ സെല്ലിൽ ബാക്ടീരിയ ഫേജ് കടന്നു കഴിഞ്ഞാൽ, വൈറസ് കടന്നു കഴിഞ്ഞാൽ ഇവരുടെ ഒരുപാട് കോപ്പീസ് നമുക്ക് ഒരു സെല്ലിൽ തന്നെ കാണാനായിട്ട് പറ്റും. ബിക്കോസ് അവരുടെ ജീനോമിന് അത്രയും ഫാസ്റ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട്, മീൻസ് റെപ്ലിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവരുടെ ജീനോമിന്റെ ഒരുപാട് കോപ്പീസ് ബാക്ടീരിയ സെല്ലിനകത്ത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഈവൻ നമ്മൾ പ്ലാസ്മിഡ് എടുത്തു കഴിഞ്ഞാൽ തന്നെ സം പ്ലാസ്മിഡ്സ് മേ ഹാവ് only 1 or 2 copies per cell. ഒരു സെല്ലില്, ഒരു ബാക്ടീരിയൽ സെല്ലിൽ ഒരു പ്ലാസ്മിഡിന്റെ 1 or 2 കോപ്പീസ് ചില പ്ലാസ്മിഡ്സിന് ഉണ്ടാവും. പക്ഷെ മറ്റു ചിലർക്ക്, whereas others may have 15 to 100 copies per cell. ഒരു സെല്ലിൽ തന്നെ 15 to 100 കോപ്പീസ് ഉള്ള പ്ലാസ്മിഡ്സും ഉണ്ട്. The numbers can go even higher. So if you are able to link an alien piece of DNA with bacteriophage or plasmid DNA, അപ്പൊ നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ, നമ്മുടെ ഫോറിൻ DNA നമ്മളൊരു പ്ലാസ്മിഡ് DNA ആയിട്ടോ ബാക്ടീരിയോഫേജോ ആയിട്ടോ ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ മൾട്ടിപ്ലൈ ഇറ്റ്സ് നമ്പേഴ്സ് അല്ലെ. വി ക്യാൻ മൾട്ടിപ്ലൈ ഇറ്റ്സ് നമ്പേഴ്സ് ഈക്വൽ ടു ദ കോപ്പി നമ്പർ ഓഫ് ദ പ്ലാസ്മിഡ് ഓർ ബാക്ടീരിയോഫേജ്. പ്ലാസ്മിഡിന്റെ നമ്പർ എത്രയുണ്ടോ ബാക്ടീരിയോഫേജിന്റെ നമ്പർ എത്രയുണ്ടോ, ദാറ്റ് മീൻസ് അവർക്ക് എത്രമാത്രം റെപ്ലിക്കേറ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടോ അത്രയും കോപ്പി നമ്പേഴ്സ് ഓഫ് നമ്മുടെ ഫോറിൻ DNA നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഈക്വൽ ടു ദ നമ്പർ ഓഫ് ദ പ്ലാസ്മിഡ്സ് ഓർ ഈക്വൽ ടു ദ നമ്പർ ഓഫ് ബാക്ടീരിയോഫേജസ്. ഓൾ റൈറ്റ്? യെസ്. The vectors used at present are engineered in such a way that they help easy linking of foreign DNA and selection of recombinants from non-recombinants. അതായത് നമ്മളിപ്പോ വെക്ടേഴ്സിനെ ഡിസൈൻ ചെയ്തെടുക്കുന്നത് എന്ത് രീതിയിലാണ്? നമുക്ക് ഫോറിൻ DNA നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ ഈസി ആയിട്ട് അതിലേക്ക് ലിങ്ക് ചെയ്യാൻ പറ്റണം. അതേപോലെ തന്നെ റീകോമ്പിനൻസിനെ നോൺ റീകോമ്പിനൻസിൽ നിന്ന് സെലക്ട് ചെയ്തെടുക്കാനും പറ്റണം. അപ്പൊ ഈ റീകോമ്പിനൻസ് എന്താ, നോൺ റീകോമ്പിനൻസ് എന്താ, വല്ലതും നിങ്ങൾക്ക് മനസ്സിലായോ? ഒന്നും പിടിയിട്ടിട്ടുണ്ടാവില്ല. ഇങ്ങനെ കുറച്ച് ടേംസ് ഉണ്ട് കേട്ടോ. ട്രാൻസ്ഫോമൻസ്, നോൺ ട്രാൻസ്ഫോമൻസ്, റീകോമ്പിനൻസ്, നോൺ റീകോമ്പിനൻസ്, ഇതൊക്കെ വഴിയെ ഞാൻ പറഞ്ഞുതരാം. ഇനി വരുന്നത് വെക്ടറിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ആണ്. ജീൻ ക്ലോണിങ്ങിന് നമ്മൾ വെക്ടറിനെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ വെക്ടറിന് കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ടാണ്. അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ജീൻ ക്ലോണിങ്ങിന് അവർ ഉപയോഗിക്കുക. ഇത്രയും ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ അതൊരു നല്ല വെക്ടറാണ് നമുക്ക് പറയാനായിട്ട് പറ്റത്തുള്ളൂ ഫോർ ട്രാൻസ്ഫറിങ് അവർ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഇൻ ടു ദ ഹോസ്റ്റ് സെൽ. ഓക്കെ, സോ ലെറ്റ് us see one by one. ദ ഫസ്റ്റ് ഫീച്ചർ ആയിട്ട് കൊടുത്തേക്കുന്ന ഇവിടെ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ആണ്. ORI, ഒറിജി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചായിരുന്നു അല്ലെ. എന്താണ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ? റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സീക്വൻസ് ആണ്, റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന റീജിയൻ ആണ് ഒറിജിൻ അല്ലെ, ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ. അപ്പൊ ഒരു വെക്ടറിൽ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ഉണ്ടായിരിക്കണം. ബിക്കോസ് നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ, നമ്മുടെ DNA ഫ്രാഗ്മെന്റിനെ ഈ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷനിലോട്ടാണ് ഇൻസേർട്ട് ചെയ്യുന്നത് വെക്ടറിന്റെ. എന്തുകൊണ്ടാണ്? നമ്മുടെ DNAക്ക് ഹോസ്റ്റ് സെല്ലിൽ പോയി നമ്മൾ എടുക്കുന്ന ആ ജീൻ സെഗ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു ഫ്രാഗ്മെന്റിന് സ്വന്തമായിട്ട് അതിന്റെ കോപ്പീസ് ഉണ്ടാക്കാനായിട്ട് പറ്റത്തില്ല. ദേ ആർ നോട്ട് ഏബിൾ ടു റെപ്ലിക്കേറ്റ് ബൈ ദംസെൽസ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ വെക്ടറിലെ ഒരു ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷനുമായിട്ട്, എന്തിൻ്റെയും ഏത് DNA ആണ് നമ്മൾ എടുക്കുന്നത് അതിന്റെ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷനുമായിട്ട് ലിഗേറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ
അപ്പൊ വെക്ടറിലെ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്കറിയാം വെക്ടറിന് ഇപ്പോൾ റെപ്ലിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റൂല ഇഫ് ദേ ഹാവ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ. അപ്പൊ അത് റെപ്ലിക്കേറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മുടെ DNA-യും നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റും ഹോസ്റ്റ് സെല്ലിലേക്ക് പോയി കഴിയുമ്പോൾ റെപ്ലിക്കേറ്റ് ചെയ്തോളൂ. മനസ്സിലായോ? അതുകൊണ്ടാണ് നമ്മൾ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ തേടുന്നത് വെക്ടറിൽ. സോ വെക്ടറിൽ എന്തുണ്ടാവണം? ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ഉണ്ടാവണം. ഹൈലൈറ്റ് ചെയ്യാം, ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ഉണ്ടാവണം. ദിസ് ഇസ് എ സീക്വൻസ് ഫ്രം വെയർ റെപ്ലിക്കേഷൻ സ്റ്റാർട്ട്സ്. റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സീക്വൻസ് ആണ് അല്ലെ. ആൻഡ് എനി പീസ് ഓഫ് DNA when linked to this sequence can be made to replicate within host cell അല്ലെ. This sequence is also responsible for controlling the copy number of the linked DNA. നമ്മൾ ഇൻസേർട്ട് ചെയ്ത DNA-യുടെ കോപ്പി നമ്പർ ഡിസൈഡ് ചെയ്യുന്നതും ഡിറ്റർമൈൻ ചെയ്യുന്നതും ഈ സീക്വൻസ് ആണ്. സോ if one wants to recover many copies of the target DNA, അപ്പൊ നമ്മുടെ DNA-യുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റിന്റെ ഒരുപാട് കോപ്പീസ് നമുക്ക് ഉണ്ടാക്കി എടുക്കണമെങ്കിൽ it should be cloned in a vector whose origin support high copy number. എങ്ങനെയുള്ള വെക്ടറിൽ വേണം നമ്മൾ ഈ DNA ഇൻസേർട്ട് ചെയ്യാൻ? അപ്പോ whose origin support high copy number. ഓക്കെ, അടുത്ത ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എന്താണ്? സെലക്ടബിൾ മാർക്കർ. ഒരു വെക്ടറിൽ മാർക്കേഴ്സ് ഉണ്ടായിരിക്കണം, മാർക്കർ ജീൻസ് ഉണ്ടായിരിക്കണം, സെലക്ടബിൾ മാർക്കർ ജീൻസ്. അപ്പൊ എന്താണ് സെലക്ടബിൾ മാർക്കർ ജീൻസ് എന്ന് പറഞ്ഞാൽ? ഇവിടാണ് നമുക്ക് കുറച്ച് ടേംസ് പഠിക്കാനുള്ളത്. ട്രാൻസ്ഫോമൻസ്, നോൺ ട്രാൻസ്ഫോമൻസ്, റീകോമ്പിനൻസ്, നോൺ റീകോമ്പിനൻസ്. ഇനി പറയുന്ന രണ്ട് പാരഗ്രാഫിൽ രണ്ട് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് പറയുന്നുണ്ട്. അത് ഈ മാർക്കർ ജീൻസിനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഒരു ഡയഗ്രാം കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ. ഇപ്പൊ എന്റെ കയ്യിൽ ഒരു DNA ഫ്രാഗ്മെന്റ് ഉണ്ട് വിത്ത് എ ജീൻ ഓഫ് ഇൻട്രസ്റ്റ്. എനിക്ക് ക്ലോൺ ചെയ്യേണ്ട ജീൻ ഇരിക്കുന്ന ഒരു DNA ഫ്രാഗ്മെന്റ് ഉണ്ട്. അത് ഞാൻ ഒരു പ്ലാസ്മിഡിലോട്ട് ഇൻസേർട്ട് ചെയ്യുകയാണ്. സോ വെൻ ഐ ഇൻസേർട്ട് എ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഓർ DNA ഫ്രാഗ്മെന്റ് ഇൻ ടു ദ പ്ലാസ്മിഡ്, അതിനെ നമ്മൾ പിന്നെ എന്തെന്ന് വിളിക്കും? rDNA എന്ന് വിളിക്കും, റീകോമ്പിനന്റ് DNA എന്ന് വിളിക്കും അല്ലെ. ഒരു പ്ലാസ്മിഡ് DNA-യും ഒരു ഫോറിൻ DNA, പ്ലാസ്മിഡ് DNA പ്ലസ് ഫോറിൻ DNA, ദാറ്റ് ഈസ് റീകോമ്പിനന്റ് DNA. ഇനി ഞാൻ ഈ ഒരെണ്ണത്തിൽ എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല, ഞാൻ പ്ലാസ്മിഡിലോട്ട് DNA ഇൻസേർട്ട് ചെയ്യുമ്പോൾ എൻ്റെ കയ്യിൽ കുറേ ഈ പറഞ്ഞ പോലെ പ്ലാസ്മിഡ്സ് ഉണ്ടാവും. ഒരെണ്ണത്തിന് വെച്ചൊന്നുമല്ല ഞാൻ എക്സ്പെരിമെന്റ് ചെയ്യാൻ പോകുന്നത് അല്ലെ. അപ്പോ ചിലതിൽ പ്രോപ്പർ ആയിട്ട് DNA ഇൻസേർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടാവില്ല ചില പ്ലാസ്മിഡ്സിൽ. ചില പ്ലാസ്മിഡ്സിൽ എന്റെ DNA പ്രോപ്പർ ആയിട്ട് ലിഗേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. ഇത് രണ്ടാമത്തെ ഡയഗ്രത്തിൽ തൊട്ട് താഴെ കൊടുത്തിരിക്കുന്ന ഡയഗ്രത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പ്ലാസ്മിഡ് വിത്തൗട്ട് DNA ഇൻസേർട്ട് മീൻസ് ഞാൻ ഈ എക്സ്പെരിമെന്റിന് അല്ലെങ്കിൽ ഈ ടെക്നോളജിയിൽ യൂസ് ചെയ്ത പ്ലാസ്മിഡ്സിൽ ഏതൊക്കെയാണ് DNA ഇൻസേർട്ട് ഉള്ളത്, ഏതൊക്കെയാണ് DNA ഇൻസേർട്ട് ഇല്ലാത്തതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഞാനിത് ചെയ്തു. അതിന് ചെയ്യാൻ വേണ്ടിയുള്ള മെത്തേഡ്സ് ഒക്കെ നമുക്ക് അറിയാലോ. അത് വെച്ച് ചെയ്തു കഴിഞ്ഞിട്ട് എനിക്ക് റീകോമ്പിനന്റ് DNA ഏതാണെന്ന് അറിയില്ല, ആൻഡ് പ്ലാസ്മിഡ് വിത്തൗട്ട് DNA ഇൻസേർട്ട് ഏതാണെന്നും അറിയില്ല. സോ എന്റെ കയ്യിൽ ഇങ്ങനെ ഒരു മിക്സ്ചർ ഓഫ് സംഗതി ഉണ്ട്. അതിൽ rDNA ഉണ്ട്, പ്ലാസ്മിഡ് വിത്തൗട്ട് DNA ഇൻസേർട്ടും ഉണ്ട്. മനസ്സിലായോ? പ്ലാസ്മിഡ് മാത്രം ഉള്ളതും ഉണ്ട്. ഇസ് ദാറ്റ് ക്ലിയർ? ഓക്കെ. എന്നിട്ട് ഞാനിത് എന്ത് ചെയ്തു? ഇതിനെ എന്റെ ഹോസ്റ്റ് സെല്ലിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ഹോസ്റ്റ് സെൽ എന്ന് പറയുമ്പോൾ ഒരു ഹോസ്റ്റ് സെല്ലല്ല ഞാൻ ഉപയോഗിക്കുക, ഒരുപാട് ഹോസ്റ്റ് സെൽസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഹോസ്റ്റ് സെൽസിലോട്ട് ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് കഴിയുമ്പോൾ ഈ ഹോസ്റ്റ് സെൽസിന്റെ ഫെർദർ ഗ്രോത്ത് നോക്കിയിട്ടാണ് ഞാൻ അതിനകത്തുനിന്ന് എനിക്ക് വേണ്ട ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഇരിക്കുന്ന ബാക്ടീരിയൽ സെല്ലിനെ കണ്ടുപിടിക്കുന്നത്. ഓക്കെ ഓക്കെ. ഇവിടെ ഞാൻ 3 സെൽസ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് സെല്ലിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് ഹോസ്റ്റ് സെല്ലാണ്. ഹോസ്റ്റ് സെല്ലാകുമ്പോൾ ഹോസ്റ്റ് സെല്ല് മിക്കവാറും അത് എന്താണ്? ബാക്ടീരിയ ആണ്. ഇപ്പൊ ഈക്വലി സെല്ലാണെന്ന് വിചാരിക്കുക, ഈക്വലി ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഈക്വലി സെല്ലിനകത്ത് അല്ലെങ്കിൽ ഹോസ്റ്റ് സെല്ലിനകത്ത്, ഹോസ്റ്റ് ബാക്ടീരിയക്കകത്ത് അതിന്റെ ഒരു ജനറ്റിക് മെറ്റീരിയൽ ഉണ്ട് അല്ലെ, സ്വന്തം ജനറ്റിക് മെറ്റീരിയൽ ഉണ്ട്. അത് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതിന്റെ സ്വന്തം ജനറ്റിക് മെറ്റീരിയൽ. അത് ഈ 3 സെല്ലിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ബാക്ടീരിയയുടെ സ്വന്തം ജനറ്റിക് മെറ്റീരിയൽ, സ്വന്തം ജീനോ. ഓക്കെ. ഇനി ഞാൻ എന്റെ ജീന് ആ സെല്ലിലോട്ട് ഇൻസേർട്ട് ചെയ്യാൻ പോവാണ്, ട്രാൻസ്ഫർ ചെയ്യാൻ പോവാണ് അല്ലെ. അപ്പൊ ഒരു സെല്ലിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും rDNA ഇൻസേർട്ടഡ് ആയിട്ടുണ്ട് അല്ലെ, റീകോമ്പിനന്റ് DNA ഇൻസേർട്ടഡ് ആയിട്ടുണ്ട്, ട്രാൻസ്ഫേർഡ് ആയിട്ടുണ്ട്. തൊട്ട് താഴെ കൊടുത്തിരിക്കുന്നതിൽ പ്ലാസ്മിഡ് മാത്രമേ ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടിട്ടുള്ളൂ. ദാറ്റ് മീൻസ് ഈ സെല്ലിനകത്തേക്ക് പ്ലാസ്മിഡ് DNA വന്നിട്ടുണ്ട്, ഈ പ്ലാസ്മിഡ് അത് വന്നിട്ടുണ്ട് അല്ലെ. അതിന്റെ താഴെ കൊടുത്തിരിക്കുന്ന സെല്ലിൽ ഒരു DNA ഒരു എക്സ്ട്രാ DNA പുറത്തു നിന്ന് അകത്തേക്ക് കയറിയിട്ടില്ല. അതിന്റെ ജനറ്റിക് മെറ്റീരിയൽ മാത്രമേ ഉള്ളൂ, സ്വന്തം ജീനോം മാത്രമേ സെല്ലിനകത്തുള്ളൂ. ഇങ്ങനെ 3 ടൈപ്പിൽ സെൽസ് നമുക്ക് കാണാൻ പറ്റും. ആഫ്റ്റർ ട്രാൻസ്ഫറിങ് അവർ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഇൻ ടു ദ ഹോസ്റ്റ് സെൽ. കേട്ടോ? മനസ്സിലായോ? യെസ്.
അപ്പോ ഈ പുറത്തു നിന്ന് ഒരു DNA എടുക്കാത്ത ഒരു അൺനോൺ DNA എടുക്കാത്ത ഹോസ്റ്റ് സെൽസിനെ നമ്മൾ നോൺ ട്രാൻസ്ഫോമൻസ് എന്ന് വിളിക്കും. ഈ സെല്ലിനെ നമ്മൾ നോൺ ട്രാൻസ്ഫോമൻസ് എന്ന് വിളിക്കും. ദേ ഡു നോട്ട് ഹാവ് എ DNA ഇൻസേർട്ട്. ഒരു DNA അതിനകത്തേക്ക് കടന്നിട്ടില്ല അല്ലെ, അവരെ നമ്മൾ നോൺ ട്രാൻസ്ഫോമൻസ് എന്ന് വിളിക്കും. ആൻഡ് ഇഫ് ദ സെൽസ് ഹാവ് ടേക്കൻ ആൻ എക്സ്ട്രാ DNA, അതിനെ നമ്മൾ ട്രാൻസ്ഫോമൻസ് എന്ന് വിളിക്കും. മനസ്സിലായോ ഡിഫറൻസ്? ട്രാൻസ്ഫോമൻസും നോൺ ട്രാൻസ്ഫോമൻസും. ട്രാൻസ്ഫോമൻസ് സെൽസിൽ ഒരു എക്സ്ട്രാ DNA വന്നിട്ടുണ്ടാവും, പക്ഷെ നോൺ ട്രാൻസ്ഫോമൻസിൽ എക്സ്ട്രാ DNA വന്നിട്ടില്ല. ആ സെൽസ് എക്സ്ട്രാ DNA എടുത്തിട്ടില്ല. അണ്ടർസ്റ്റുഡ്? ഓക്കെ. ഇനി ഈ ട്രാൻസ്ഫോമൻസ് സെൽസിൽ തന്നെ വീണ്ടും രണ്ട് കാറ്റഗറി ഉണ്ട്. ഒന്ന് റീകോമ്പിനൻസ്, അടുത്തത് നോൺ റീകോമ്പിനൻസ്. അപ്പൊ എന്താണ് റീകോമ്പിനൻസ് എന്ന് പറഞ്ഞാൽ, ഇഫ് ദ സെൽസ് ഹാവ് ടേക്കൺ ദ RDNA, പ്രോപ്പർ DNA ഇൻസേർട്ട് ഉള്ള RDNA ആണ് എടുത്തിട്ടുള്ളതെങ്കിൽ അതിനെ നമുക്ക് റീകോമ്പിനൻസ് എന്ന് വിളിക്കാം. റീകോമ്പിനന്റ് DNA ആണ് ആ സെൽസ് എടുത്തിട്ടുള്ളെങ്കിൽ അതിനെ നമുക്ക് റീകോമ്പിനൻസ് എന്ന് വിളിക്കാം. ഓക്കെ. ആൻഡ് നോൺ റീകോമ്പിനൻസ് എന്താണ്? ആ സെല്ല് പുറത്തുനിന്നൊരു DNA എടുത്തിട്ടുണ്ട്, പക്ഷെ അത് നമ്മുടെ RDNA അല്ല, റീകോമ്പിനന്റ് DNA അല്ല, അത് DNA വിത്തൗട്ട് അവർ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ആണ് അല്ലെ. മീൻസ് എ പ്ലാസ്മിഡ് DNA ഉള്ളി, പ്ലാസ്മിഡ് മാത്രമേ ഇതിനകത്തുള്ളൂ. അതിനെ നമുക്ക് നോൺ റീകോമ്പിനൻസ് എന്ന് വിളിക്കാം. അതിൽ നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഇല്ല. അപ്പൊ നമ്മൾ ട്രാൻസ്ഫോമൻസ് മനസ്സിലാക്കി, നോൺ ട്രാൻസ്ഫോമൻസ് മനസ്സിലാക്കി. ട്രാൻസ്ഫോമൻസിൽ തന്നെ വീണ്ടും രണ്ട് കാറ്റഗറി, റീകോമ്പിനൻസ് ആൻഡ് നോൺ റീകോമ്പിനൻസ്. റീകോമ്പിനൻസ് എന്ന് പറഞ്ഞാൽ സെൽഫ് വിത്ത് റീകോമ്പിനന്റ് DNA, നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഉള്ള, അത് പ്രോപ്പർലി ഇൻസേർട്ടഡ് ആയിട്ടുള്ള പ്ലാസ്മിഡ് അവിടെ എത്തിയിട്ടുണ്ട്. നോൺ റീകോമ്പിനൻസ് എന്ന് പറഞ്ഞാൽ സെൽസ് വിത്തൗട്ട് റീകോമ്പിനന്റ് DNA, അവിടെ പ്ലാസ്മിഡ് മാത്രമേ എത്തിയിട്ടുള്ളൂ, നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് അതിനകത്ത് പ്രോപ്പർലി ഇൻസേർട്ടഡ് ആയിട്ടില്ല. ഇസ് ദാറ്റ് ക്ലിയർ? ഓക്കെ. അപ്പൊ ഈ ടേംസ് മനസ്സിലാക്കിയാലേ ഇനി ഈ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആകും. അപ്പൊ നമുക്ക് സെലക്ടബിൾ മാർക്കറിലോട്ട് തിരിച്ചു വരാം. എന്തിനു വേണ്ടിയിട്ടാണ് സെലക്ടബിൾ മാർക്കർ വേണ്ടത്? ആരിലാണ് ഈ സെലക്ടബിൾ മാർക്കർ വേണ്ടത്? വെക്ടറിലാണ് വേണ്ടത് അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ് ഈ മാർക്കർ വേണ്ടത്? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ട്രാൻസ്ഫോമൻസിനെ സെലക്ട് ചെയ്യുക എന്നതാണ്. അത് നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഹോസ്റ്റ് സെല്ലിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിനകത്ത് നമ്മൾ ട്രാൻസ്ഫോംഡ് സെൽസിനെ സെലക്ട് ചെയ്യുക. In addition to ORI, origin of replication, the vector requires a selectable marker which helps in identifying and eliminating non-transformants and selectively permitting the growth of transformants. നമുക്ക് ട്രാൻസ്ഫോമൻസിനെ മാത്രം മതി, നോൺ ട്രാൻസ്ഫോമൻസിനെ വേണ്ട അല്ലെ. അപ്പൊ നോൺ ട്രാൻസ്ഫോമൻസിനെ എലിമിനേറ്റ് ചെയ്ത് കളയാം ഈ ഒരു മാർക്കറിനെ വെച്ചിട്ട്, വെക്ടറിലുള്ള മാർക്കറിനെ വെച്ചിട്ട് നമുക്ക് നോൺ ട്രാൻസ്ഫോമൻസിനെ എലിമിനേറ്റ് ചെയ്ത് കളയാം. അതേപോലെ ട്രാൻസ്ഫോമൻസിനെ സെലക്ട് ചെയ്യുകയും ചെയ്യാം. ട്രാൻസ്ഫോമൻസ് മാത്രം വളർന്നാൽ മതി അല്ലെ. ഇനി എന്താണ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ? വേറെ കളർ പോവാ. ട്രാൻസ്ഫോർമേഷൻ ഈസ് എ പ്രൊസീജിയർ ത്രൂ വിച്ച് എ പീസ് ഓഫ് DNA is introduced into a host. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലെ. അതിന്റെ ഡയഗ്രാം എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഒരു ഹോസ്റ്റ് സെല്ല് നമ്മൾ ഈക്വലി ആണ് പറയുന്നതെങ്കിൽ അത് ഒരു അൺനോൺ DNA, ഒരു അൺഫെമിലിയർ DNA അതിന്റെ സെല്ലിലോട്ട് എടുത്തു കഴിഞ്ഞാൽ, ഒരു അൺനോൺ DNA ആ ഹോസ്റ്റ് സെല്ലിലോട്ട് ഇൻസേർട്ടഡ് ആയിട്ടുണ്ടെങ്കിൽ ആ സെല്ലിനെ നമുക്ക് ട്രാൻസ്ഫോംഡ് സെൽ എന്ന് വിളിക്കാം. ആ പ്രോസസ് ആണ് ട്രാൻസ്ഫോർമേഷൻ. മനസ്സിലായോ? ഇറ്റ് ഇസ് എ പ്രൊസീജിയർ ത്രൂ വിച്ച് എ പീസ് ഓഫ് DNA is introduced in a host bacterium അല്ലെ. യു വിൽ സ്റ്റഡി ദ പ്രോസസ് ഇൻ സബ്സിക്വന്റ് സെക്ഷൻ. അതായത് ഇനി പറയുന്ന പാരഗ്രാഫ്, ഇനി വരാൻ പോകുന്ന പാരഗ്രാഫ് ഇതിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. ട്രാൻസ്ഫോർമൻസിനെയും റീകോമ്പനൻസിനെയൊക്കെ കുറിച്ചാണ് പറയുന്നത്. നോർമലി ദ ജീൻസ് എൻകോഡിങ് റെസിസ്റ്റൻസ് ടു, നമ്മള് മാർക്കേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. വെക്ടറിലെ മാർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ മാർക്കർ ജീൻസ് ആണ്. ആ ജീൻസ് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീൻസ് ആണ്. ഓക്കെ. മാർക്കർ ജീൻസ് എന്താണ്? ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീൻസ് ആണ്. സച്ച് ആസ് ampicillin, chloramphenicol, tetracycline, kanamycin, etc. They are considered useful selectable markers for E. coli. ഇപ്പൊ E. coli ബാക്ടീരിയത്തിന്റെ, E. coli ആണ് നമ്മൾ ഹോസ്റ്റ് സെല്ലായിട്ട് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൽ നിന്ന് നമ്മൾ ട്രാൻസ്ഫോർമൻസിനെ അല്ലെങ്കിൽ നോൺ ട്രാൻസ്ഫോർമൻസിനെ മനസ്സിലാക്കി എടുക്കുന്നത് ആ വെക്ടറിലെ മാർക്കർ ജീൻസിനെ വെച്ചിട്ടാണ്. വെക്ടറിലെ മാർക്കർ ജീൻസ് എന്താണ്? ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീൻസ് ആണ്. ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീൻസ് ലൈക്ക് ആംപിസിലിൻ ഈ പറയുന്ന എല്ലാ ആന്റിബയോട്ടിക്സ് ആണ് കേട്ടോ. ആന്റിബയോട്ടിക്സിനോട് റെസിസ്റ്റ് ചെയ്യുന്ന ജീൻസ് ആംപിസിലിൻ, ക്ലോറാംഫെനിക്കോൾ, ടെട്രാസൈക്ലിൻ ഓർ കനാമൈസിൻ, ഇതിനോടൊക്കെ റെസിസ്റ്റ് ചെയ്യുന്ന ജീൻസ് ആണ് നമ്മൾ ഇവിടെ മാർക്കർ ജീൻസ് ആയിട്ട് പറയാം. E. coli ബാക്ടീരിയത്തിന്റെ സെലക്ടബിൾ മാർക്കേഴ്സ്. Okay, the normal E. coli cells do not carry resistance against any of these antibiotics.
നമ്മൾ ഹോസ്റ്റ് സെല്ലായിട്ട് ഇവിടെ ഉപയോഗിക്കുന്ന ഈ ഈക്വലി സെൽസിൽ they do not carry resistance. അതിന് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീൻസ് ഇല്ല. they do not carry resistance against any of these antibiotics. ഈ പറഞ്ഞ ആന്റിബയോട്ടിക്സ് റെസിസ്റ്റൻസ് ജീൻസ് ഒന്നും നമ്മൾ ഉപയോഗിക്കുന്ന ഹോസ്റ്റ് സെല്ലിൽ ഇല്ല, ഈക്വലി സെൽസിൽ ഇല്ല. നമ്മളത് ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണ് അല്ലെ, വെക്ടറിനെ വെച്ചിട്ട് ആ ഹോസ്റ്റ് സെല്ലിലോട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ സെലക്ഷൻ പ്രോസസ് നടത്തുന്നത്. അപ്പൊ സെലക്ടബിൾ മാർക്കർ എന്തിനു വേണ്ടിയിട്ട് ഉള്ളതാണ്? സെലക്ഷന് വേണ്ടിയിട്ടുള്ളതാണ്. എന്തിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? പ്രധാനമായിട്ടും ഞാൻ പറഞ്ഞത് ഇപ്പം ഒരു പോയിന്റ് പറഞ്ഞത് ട്രാൻസ്ഫോർമെൻസിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. മാർക്കർ ജീൻസ് എവിടെയാണുള്ളത്? വെക്ടറിലാണുള്ളത്. ഈക്വലിയുടെ മാർക്കർ അല്ലെങ്കിൽ മാർക്കർ ജീൻസ് ആരാണ്? ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീൻസ് സച്ച് ആസ് അംപിസിലിൻ, ക്ലോറാംഫെനിക്കോൾ, ടെട്രാസൈക്ലിൻ, കെനാമൈസിൻ എക്സെട്ര. ഓക്കെ, യെസ്. ഇനി അടുത്ത ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ, ക്ലോണിംഗ് സൈറ്റ്. വെക്ടറിൽ ക്ലോണിംഗ് സൈറ്റ്സ് ഉണ്ടാവണം. എന്താണ് ക്ലോണിംഗ് സൈറ്റ്സ് എന്ന് പറഞ്ഞാൽ? റെസ്ട്രിക്ഷൻ സൈറ്റ്സ് ആണ്. റെക്കഗ്നിഷൻ സൈറ്റ്സ്, റെക്കഗ്നിഷൻ സൈറ്റ്സ്, റെക്കഗ്നിഷൻ സൈറ്റ്സ് ഫോർ റെസ്ട്രിക്ഷൻ എൻസൈംസ്. റെസ്ട്രിക്ഷൻ എൻസൈംസിന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൈറ്റ്സ്, അതാണ് ക്ലോണിംഗ് സൈറ്റ്സ്. സോ എ വെക്ടർ ഷുഡ് ഹാവ് ക്ലോണിംഗ് സൈറ്റ്സ്, മീൻസ് റെക്കഗ്നിഷൻ സൈറ്റ്സ് ഫോർ റെസ്ട്രിക്ഷൻ എൻസൈംസ്. അങ്ങനെ റെക്കഗ്നിഷൻ സൈറ്റ്സ് ഉണ്ടെങ്കിൽ റെസ്ട്രിക്ഷൻ എൻസൈം അത് റെക്കഗ്നൈസ് ചെയ്തിട്ട് അവിടെ കട്ട്സ് ഉണ്ടാക്കി ആ കട്ടിലോട്ടാണ് നമ്മൾ ആരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, ഇൻസേർട്ട് ചെയ്യുന്നത്. മനസ്സിലായോ? ഇൻ ഓർഡർ ടു ലിങ്ക് ദ ഏലിയൻ DNA, the vector needs to have a very few, preferably single recognition sites for the commonly used restriction enzymes. പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. The presence of more than one recognition sites within the vector will generate several fragments. ഒന്നിൽ കൂടുതൽ recognition sites ഉണ്ടെങ്കിൽ ഒരുപാട് fragments ഉണ്ടാകും അല്ലെ, which will complicate the gene cloning process. The ligation of alien DNA is carried out at a restriction site present in one of the two antibiotic resistance genes. ഇനി പറയാൻ പോകുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. ഇവിടെ തൊട്ടാണ് നിങ്ങൾക്ക് ഒന്നും മനസ്സിലാകാതെ വരിക. അപ്പൊ നമ്മളിവിടെ നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ, ഫോറിൻ DNA വെക്ടറിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന, ഇൻസേർട്ട് ചെയ്യുന്ന എവിടാണെന്നാണ് പറയുന്നത്. എവിടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, എവിടെയാണ് ഇൻസേർട്ട് ചെയ്യുന്നത്? റെസ്ട്രിക്ഷൻ സൈറ്റിലാണ്. മീൻസ് റെസ്ട്രിക്ഷൻ എൻസൈം എന്ന് കട്ട് ചെയ്യുന്ന സൈറ്റിലാണ്. അതെവിടാണ് ഇരിക്കുന്നത്? ഇൻ വൺ ഓഫ് ദ ടു ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീൻസ്. എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, യു ക്യാൻ ലിഗേറ്റ് എ ഫോറിൻ DNA അറ്റ് ദ BAM-H1 സൈറ്റ്, വേറെ കളർ, BAM-H1 സൈറ്റ് ഓഫ് tetracycline resistance gene in the vector PBR322. ഒരു വെക്ടറുടെ ഡയഗ്രാം റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഡയഗ്രാം നിങ്ങളുടെ മനസ്സിലും ഹൃദയത്തിലും തലയിലും എല്ലായിടത്തും ഇങ്ങനെ പതിപ്പിച്ചു വെച്ചേക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ വെക്ടർ ആസച്ച് ഡയഗ്രാം അല്ലെ, കണ്ണിനകത്ത് ഇങ്ങനെ നിറച്ചു വെച്ച് അതിന്റെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ വരച്ച് തന്നെ പഠിക്കണം. അപ്പൊ എന്താണ് വെക്ടർ? ഈ വെക്ടർ PBR322 എന്ന് പറഞ്ഞ വെക്ടർ, അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ സെലക്ഷൻ പ്രോസസ്സ് പറയാം. ഓക്കെ, ഈ വെക്ടർ നമ്മൾ ആർട്ടിഫിഷ്യലി ഡിസൈൻ ചെയ്തെടുത്ത ഒരു വെക്ടറാണ്. ഇതിലെ P സ്റ്റാൻഡ് ഫോർ PBR322 ഇല്ലേ, ഇതിലെ P സ്റ്റാൻഡ് ഫോർ പ്ലാസ്മിഡ്. ഈ P ഇല്ലേ, ഇത് സ്റ്റാൻഡ് ഫോർ പ്ലാസ്മിഡ്. BR എന്ന് പറയുന്നത് ഇത് ഡിസൈൻ ചെയ്തെടുത്ത രണ്ട് റിസർച്ചേഴ്സ്, അവരുടെ നെയിമിന്റെ ഫസ്റ്റ് ലെറ്റർ കൊടുത്തിട്ടാണ് നമ്മൾ ആ പേരിട്ടേക്കുന്നത്. അവരാ പേരിട്ടേക്കുന്നത്, നമ്മളല്ല. ഞാനിത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഈ സയന്റിസ്റ്റിന്റെ പേര് ഇതിന്റെ കൂടെ കൊടുത്തേക്കാം. B സ്റ്റാൻഡ് ഫോർ ബൊളിവർ, R സ്റ്റാൻഡ് ഫോർ റോഡ്രിഗസ്. ഇങ്ങനെ രണ്ട് റിസർച്ചേഴ്സിന്റെ അവരുടെ നെയിമിന്റെ ഫസ്റ്റ് ലെറ്റർ ആണ് നമ്മൾ ഇവിടെ കൊടുത്തേക്കുന്നത്, B ആൻഡ് R. ആൻഡ് അവര് കൊടുത്ത നമ്പറാണ്, ഈ പ്ലാസ്മിഡിന് കൊടുത്ത നമ്പറാണ് 322. അപ്പൊ എന്താ, വെക്ടർ PBR322 ഇതൊരു ഈക്വലി ക്ലോണിങ് വെക്ടറാണ്. ഈക്വലിയിൽ ക്ലോണിങ് നടത്തുന്ന വെക്ടറാണ്. ആൻഡ് it shows many restriction sites അല്ലെ. ഇതിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറെ റെസ്ട്രിക്ഷൻ സൈറ്റ്സ് കാണാൻ പറ്റും. മീൻസ് റെക്കഗ്നിഷൻ സൈറ്റ്സ് ഫോർ റെസ്ട്രിക്ഷൻ എൻസൈംസ്. ഈ BAM-H1 സൈറ്റ്, BAM-H1 സൈറ്റ് എന്ന് പറഞ്ഞാൽ BAM-H1 റെസ്ട്രിക്ഷൻ എൻസൈമിന് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൈറ്റ്, അതിവിടെ ലേബൽ ചെയ്തിട്ടുണ്ട്. SAL1 എന്ന് പറഞ്ഞ മറ്റൊരു റെസ്ട്രിക്ഷൻ എൻസൈം ആണ്. ഓരോ റെസ്ട്രിക്ഷൻ എൻസൈം ഓരോ ബാക്ടീരിയയിൽ നിന്നാണ് ഐസൊലേറ്റ് ചെയ്തെടുക്കുന്നത് അല്ലെ. നമ്മൾ റെസ്ട്രിക്ഷൻ എൻസൈംസിന്റെ നെയിമിംഗ് ഒക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇതിന്റെ ഫുൾ നെയിംസ് ഒക്കെ ഞാൻ വേണമെങ്കിൽ കൂടെ കൊടുത്തേക്കാം കേട്ടോ. ഇതിന്റെ എക്സ്പാൻഷൻ ഒക്കെ ഏത് ബാക്ടീരിയയിൽ നിന്നാണ് നമ്മൾ ഈ എൻസൈംസ് ഒക്കെ ഐസൊലേറ്റ് ചെയ്തെടുക്കുന്നത്, അതൊന്നും ഇമ്പോർട്ടന്റ് അല്ല, നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ PVU2 എന്ന് പറഞ്ഞ മറ്റൊരു റെസ്ട്രിക്ഷൻ എൻസൈമിന് റെക്കഗ്നൈസ് ചെയ്യാനുള്ള സൈറ്റ് ഉണ്ട്. PST1, PVU1,
ഈക്കോ R1 അത് നമുക്കറിയാം, നമ്മൾ പഠിച്ചതാണ് നന്നായിട്ട്. പിന്നെ CLA1, HIND3, അങ്ങനെ കുറെ റെസ്ട്രിക്ഷൻ എൻസൈംസിനെ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൈറ്റ്സ് ഉണ്ട് നമ്മുടെ PBR322 എന്ന് പറഞ്ഞ വെക്ടറിൽ. ഓക്കെ, ആൻഡ് പിന്നെന്താ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്? ഒബ്വിയസ്ലി ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ഉണ്ടല്ലേ, ഒറി കൊടുത്തിട്ടുണ്ട്, ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ. പിന്നെ ROP, റോപ്പ് പ്രോട്ടീൻസ് ആണ് കേട്ടോ. റോപ്പ് പ്രോട്ടീൻസ്, they are involved in the replication of this plasmid. Rope codes for the proteins involved in the replication of the plasmid. അത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് കൂടാതെ 2 ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീൻസും കൊടുത്തിട്ടുണ്ട്. ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് ജീൻ ഇവിടെ ഉണ്ട്, ആംപിസിലിൻ റെസിസ്റ്റൻസ് ജീൻ ഇവിടെ ഉണ്ട്, ഈ സൈഡിലുണ്ട് ഇവിടെ. ഇത് ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് ജീൻ ഇരിക്കുന്ന സ്ഥലം, ഇത് ആംപിസിലിൻ റെസിസ്റ്റൻസ് ജീൻ ഇരിക്കുന്ന സ്ഥലം. ഈ ഡയഗ്രാം കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്, ഞാൻ വീഡിയോയിൽ പറയാൻ വിട്ടുപോയി. ഈ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷനോട് ചേർന്നിട്ടാണ് ഈ പറഞ്ഞ റെക്കഗ്നിഷൻ സൈറ്റ്സ് ഒക്കെ കിടക്കുന്നത്, റെസ്ട്രിക്ഷൻ എൻസൈംസിന്റെ സൈറ്റ്സ് ഒക്കെ കിടക്കുന്നത്. അപ്പോൾ അവിടെയാണ് റെസ്ട്രിക്ഷൻ എൻസൈംസ്, ഏതെങ്കിലും ഒരു റെക്കഗ്നിഷൻ സൈറ്റ് ഉണ്ടാകും, അവിടെ വന്ന് കട്ട് ഉണ്ടാക്കുകയും ആൻഡ് ആ ഒരു കട്ടിലോട്ടാണ് നമ്മുടെ ഫോറിൻ DNA ഇൻസേർട്ട് ചെയ്യുകയും ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷനോട് ചേർന്നിട്ടാണ് നമ്മുടെ ഫോറിൻ DNA ഇൻസേർട്ടഡ് ആകുന്നത് അല്ലേ. അതൊക്കെ നിങ്ങളുടെ മൈൻഡിലിരിക്കണേ. ഞാൻ ക്ലോണിങ് സൈറ്റ്സ് എന്ന് പറഞ്ഞു, മീൻസ് റെക്കഗ്നിഷൻ സൈറ്റ്സ് ഫോർ റെസ്ട്രിക്ഷൻ എൻസൈംസ്, അവിടെയാണ് ഫോറിൻ DNA വന്ന് ഇൻസേർട്ടഡ് ആകുന്നതെന്ന് പറഞ്ഞു. പിന്നെ പറയാൻ പോകുന്നത് BAM-H1 സൈറ്റിലോട്ടാണ് ഫോറിൻ DNA ഇൻസേർട്ടഡ് ആകുന്നത് എന്നാണ്. ഈ PBR322 എന്ന വെക്ടറിന്റെ BAM-H1 സൈറ്റ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കരുത് അയ്യോ അത് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ്റെ അവിടെ നിന്ന് കുറേ മാറിയാണല്ലോ കിടക്കുന്നതെന്ന്. അല്ല, ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷനോട് ചേർന്നാണ് ഈ BAM-H1 സൈറ്റും കിടക്കുന്നത്. അവിടെയാണ് ഫോറിൻ DNA ഇൻസേർട്ടഡ് ആകുന്നത്. ഈ ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് ജീൻ ഇരിക്കുന്ന സ്ഥലത്ത് ഒരു റെസ്ട്രിക്ഷൻ സൈറ്റ് ഉണ്ട്. ഏതാണ്? BAM-H1 സൈറ്റ്. BAM-H1 എന്ന റെസ്ട്രിക്ഷൻ എൻസൈമിന് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൈറ്റ്. ഈ സൈറ്റിലോട്ട് നമ്മൾ ഫോറിൻ DNA ഇൻസേർട്ട് ചെയ്താൽ, ഫോറിൻ DNA നമ്മൾ ഈ ഒരു സൈറ്റിലോട്ട് ഇൻസേർട്ട് ചെയ്താൽ ഈ വെക്ടറിന്റെ ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് എന്ന പ്രോപ്പർട്ടി, ആ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ നഷ്ടമാകും. ദ വെക്ടർ വിൽ ലൂസ് ദിസ് ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ്. മീൻസ് ഇവിടുത്തെ ജീൻ, ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് ജീൻ ഇന്നാക്റ്റീവ് ആകും. എപ്പോഴാണ്? ഇഫ് വി ഇൻസേർട്ട് our gene of interest into the BAM-H1 site of tetracycline resistance gene in this plasmid PBR322. ഞാൻ പറഞ്ഞ കാര്യം പിടി കിട്ടിയോ? ഓക്കെ, അപ്പൊ ജീൻ ഇനാക്റ്റീവ് ആയി, മീൻസ് that tetracycline resistance property പോയി. The recombinant plasmids will lose tetracycline resistance due to insertion of foreign DNA, but can still be selected out from non-recombinant ones by plating the transformase on ampicillin containing medium. ഇങ്ങനെ വായിക്കുമ്പോൾ തലയിൽ ഒന്നും കയറില്ല അല്ലെ, മൊത്തത്തിൽ ഒരു പെരുപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം ഈ റീകോമ്പിനന്റ് പ്ലാസ്മിഡിന് ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് പ്രോപ്പർട്ടി പോയി എന്ന് ഞാൻ പറഞ്ഞു. എന്തുകൊണ്ടാണ്? ഫോറിൻ DNA നമ്മൾ ഇവിടെ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് ജീൻ എന്തായി? ഇൻആക്റ്റീവ് ആയി. ബട്ട് സ്റ്റിൽ വി ക്യാൻ സെലക്ട് റീകോമ്പിനൻസ് ഫ്രം നോൺ റീകോമ്പിനൻസ് എന്നാണ് പറയുന്നത്, യൂസിങ് അനദർ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീൻ, ദാറ്റ് ഈസ് ആംപിസിലിൻ റെസിസ്റ്റൻസ് ജീൻ. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ, അതിന് നമുക്ക് ഡയഗ്രം ഉണ്ട്. ഞാൻ ട്രാൻസ്ഫോർമൻസും നോൺ ട്രാൻസ്ഫോർമൻസും റീകോമ്പിനൻസും നോൺ റീകോമ്പിനൻസും ഡിഫറൻസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കാം. ട്രാൻസ്ഫോർമൻസ് എന്ന് പറഞ്ഞാൽ ദ സെൽസ് ദാറ്റ് ഹാസ് ടേക്കൺ അപ്പ് അഡീഷണൽ DNA. നോൺ ട്രാൻസ്ഫോർമൻസ് ദ സെൽസ് ദാറ്റ് ഡു നോട്ട് ടേക്ക് ദ അഡീഷണൽ DNA. റീകോമ്പിനൻസ് ട്രാൻസ്ഫോർമൻസ് വിത്ത് rDNA ഇൻസേർട്ട് അല്ലെ. നോൺ റീകോമ്പിനൻസ് പറഞ്ഞാൽ ട്രാൻസ്ഫോർമൻസ് വിത്തൗട്ട് rDNA ഇൻസേർട്ട്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു വന്നത് ഈ ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് ജീനും ആംപിസിലിൻ റെസിസ്റ്റൻസ് ജീനും ഒക്കെ വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് റീകോമ്പിനൻസിനെ സെലക്ട് ചെയ്യുന്നത്, നോൺ റീകോമ്പിനൻസിനെ അവോയ്ഡ് ചെയ്യുന്നതൊക്കെയാണ് അല്ലേ. ഓക്കെ, ഇത് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെക്ടർ PBR322ന്റെ BAM-H1 സൈറ്റിലോട്ട് നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിനെ ഹോസ്റ്റ് സെല്ലിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഹോസ്റ്റ് സെൽ ഈസ് ഈക്വലി. ഓക്കെ, ഇനി നമുക്കറിയാം എല്ലാ പ്ലാസ്മിഡ്സിലും ഈ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് പ്രോപ്പർ ആയിട്ട് ആ BAM-H1 സൈറ്റിൽ തന്നെ ഇൻസേർട്ടഡ് ആണെന്ന് യാതൊരു നിർബന്ധമില്ല. ചില കേസിൽ അത് ഇൻസേർട്ടഡ് ആവാതെ ഇരിക്കാം. അങ്ങനെ ഇൻസേർട്ടഡ് ആയിട്ടുള്ള DNA നമ്മുടെ കയ്യിലുണ്ടാവും, rDNA നമ്മുടെ കയ്യിലുണ്ടാവും, അതുപോലെ പ്രോപ്പർ ആയിട്ട് ഇൻസേർട്ടഡ് ആവാത്ത പ്ലാസ്മിഡ്സ് നമ്മുടെ കയ്യിലുണ്ടാവും. അതെല്ലാം കൂടെയാണ് നമ്മൾ എന്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്? ഹോസ്റ്റ് സെൽസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് അല്ലെ. അപ്പൊ ചില ഹോസ്റ്റ് സെൽസിൽ rDNA വന്നിട്ടുണ്ടാകാം, ചില സെൽസിൽ rDNA വരില്ല, പ്ലാസ്മിഡ്സ് മാത്രം വരും.
ചിലതിൽ ഒന്നും കയറില്ല അല്ലെ, ഒരു DNA കയറില്ല. മനസ്സിലായോ? അപ്പൊ അങ്ങനെയാണ് നമ്മൾ ട്രാൻസ്ഫോർമൻസും നോൺ ട്രാൻസ്ഫോർമൻസും പറഞ്ഞത്. അതിൽ ട്രാൻസ്ഫോർമൻസിൽ തന്നെ നമുക്ക് റീകോമ്പിനൻസും ഉണ്ട്, നോൺ റീകോമ്പിനൻസും ഉണ്ട്. ഇനി ഈ ഒരു ഗ്രൂപ്പിൽ നിന്ന്, ഈ ട്രാൻസ്ഫോർമൻസിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് റീകോമ്പിനൻസിനെ സെലക്ട് ചെയ്യുന്നത് എന്നാണ് പറയാൻ പോകുന്നത്. സോ വി നീഡ് ദ ഹെൽപ്പ് ഓഫ് ദിസ് മാർക്കർ ജീൻസ്. ഏത് മാർക്കർ ജീൻസ് ആണ്? ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീൻസ്. അപ്പൊ 2 ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീൻസ് ആണ് PBR322 എന്ന് പറഞ്ഞ വെക്ടറിലുള്ളത്. എന്തൊക്കെയാണ്? ഒന്ന് ആംപിസിലിൻ റെസിസ്റ്റൻസ് ജീൻ, മറ്റൊരു ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് ജീൻ. ഓക്കെ, നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ഹോസ്റ്റ് സെൽസിനെ ഫസ്റ്റ് ആംപിസിലിൻ കണ്ടെയ്നിങ് മീഡിയത്തിലോട്ട് ഇടുന്നു. അതായത് പെട്രി പ്ലേറ്റിൽ ആംപിസിലിൻ അടങ്ങിയിട്ടുള്ള ആംപിസിലിൻ ആന്റിബയോട്ടിക് അടങ്ങിയിട്ടുള്ള ഒരു മീഡിയം എടുത്തിട്ട് അതിലോട്ട് നമ്മൾ എന്തിനെ ട്രാൻസ്ഫർ ചെയ്യുന്നു? നമ്മുടെ ഹോസ്റ്റ് സെൽസിനെ ട്രാൻസ്ഫർ ചെയ്യുന്നു. എന്നിട്ട് അവരെ അവിടെ വളരാൻ വിടുന്നു. ദേ വിൽ ഗ്രോ ഇൻ ദ മീഡിയം. ആര്? നമ്മുടെ ഹോസ്റ്റ് സെൽസ്. ഓക്കെ, എന്നിട്ട് വീണ്ടും ഈ മീഡിയത്തിൽ നിന്ന് നമ്മൾ ഹോസ്റ്റ് സെൽസിനെ എടുത്ത് അടുത്ത മീഡിയത്തിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. അടുത്ത മീഡിയത്തിലുള്ളത് ടെട്രാസൈക്ലിൻ ആണ്, മീഡിയം കണ്ടെയ്നിങ് ടെട്രാസൈക്ലിൻ. സോ ഫസ്റ്റ് വി ഗ്രോ the bacteria in ampicillin containing medium and later we transfer these bacteria cells into tetracycline containing medium. അപ്പൊ എന്താണ് ഒബ്സർവേഷൻ? എന്തൊക്കെയാണ് ഒബ്സർവേഷൻ? നമ്മൾ ഫസ്റ്റ് ഹോസ്റ്റ് സെൽസിനെ ആംപിസിലിൻ കണ്ടെയ്നിങ് മീഡിയത്തിൽ ഇടുമ്പോൾ ട്രാൻസ്ഫോർമൻസ് വിൽ ഗ്രോ. ട്രാൻസ്ഫോർമൻസ് അവിടെ വളരും അല്ലെ. ട്രാൻസ്ഫോർമൻസ് എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ്? റീകോമ്പിനൻസും നോൺ റീകോമ്പിനൻസും. അപ്പൊ റീകോമ്പിനൻസിന് നമുക്കറിയാം ഒരു ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് പ്രോപ്പർട്ടി നഷ്ടമായിട്ടുണ്ട്. ഏത് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ആണ് അവിടെ ഇല്ലാതായത്? ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് ആണ്. ബട്ട് സ്റ്റിൽ ഇറ്റ് ഹാസ് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീൻ അല്ലേ. റീകോമ്പിനൻസിന് ആംപിസിലിൻ റെസിസ്റ്റൻസ് ജീൻ ഉണ്ട്. സോ ദേ വിൽ ഗ്രോ ഇൻ ദിസ് മീഡിയം. ഓക്കെ, നോൺ റീകോമ്പിനൻസ് ആണെങ്കിലോ? നോൺ റീകോമ്പിനൻസ് പ്ലാസ്മിഡ് മാത്രമേ ഉള്ളൂ, PBR322 മാത്രമേ ഉള്ളൂ. അതില് ആംപിസിലിൻ റെസിസ്റ്റൻസ് ജീനും ആക്റ്റീവ് ആണ്, ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് ജീനും ആക്റ്റീവ് ആണ്. സോ അവരും ഇവിടെ വളരും, ആംപിസിലിൻ കണ്ടെയ്നിങ് മീഡിയത്തിൽ വളരും. പോയിന്റ് പിടി കിട്ടിയോ? ബോത്ത് റീകോമ്പിനൻസ് ആൻഡ് നോൺ റീകോമ്പിനൻസ് വിൽ ഗ്രോ ഇൻ ദിസ് മീഡിയം. ഈ ആംപിസിലിൻ മീഡിയത്തിൽ വളരും. മീൻസ് ട്രാൻസ്ഫോർമൻസ് വിൽ ഗ്രോ, ബട്ട് നോൺ ട്രാൻസ്ഫോർമൻസ് വിൽ നോട്ട് ഗ്രോ. നോൺ ട്രാൻസ്ഫോർമൻസ് ഇവിടെ വളരില്ല. നോൺ ട്രാൻസ്ഫോർമൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? cell without, equally cell without additional DNA. അതായത് ഒരു അൺനോൺ DNA, അൺഫെമിലിയർ DNA എടുക്കാത്ത ഈക്വലി സെൽ. ഒരു DNA അതിലേക്ക് ഇൻസേർട്ടഡ് ആയിട്ടില്ല, പ്ലാസ്മിഡും പോയിട്ടില്ല, നമ്മുടെ RDNAയും പോയിട്ടില്ല. സോ ഇത് നോൺ ട്രാൻസ്ഫോർമൻസ്. അവർ എന്ത് ചെയ്യും? അവർ വളരില്ല ഈ മീഡിയത്തിൽ. എന്തുകൊണ്ടാണ്? അവർക്ക് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീൻസ് ഇല്ല. ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീൻസ് നമ്മൾ കൊടുക്കുകയാണ് ചെയ്തത് അല്ലേ. നമ്മൾ കൊടുത്തപ്പോൾ അവരത് എടുത്തില്ല. സോ ദേ വിൽ നോട്ട് ഗ്രോ ഇൻ ദ മീഡിയം. ഓക്കെ, പക്ഷെ മറ്റവർ ട്രാൻസ്ഫോർമൻസ് അവരെടുത്തിട്ടുണ്ട് അല്ലെ. സോ ദേ വിൽ ഗ്രോ ഇൻ ദിസ് മീഡിയം. ഏത് മീഡിയത്തിലാ? ആംപിസിലിൻ കണ്ടെയ്നിങ് മീഡിയം. ഇനി ഇവരെ നമ്മൾ സെലക്ട് ചെയ്തു. അപ്പൊ നമുക്ക് ട്രാൻസ്ഫോർമൻസ് ഏതാണെന്ന് മനസ്സിലായി. നമ്മൾ നോൺ ട്രാൻസ്ഫോർമൻസിനെ എന്ത് ചെയ്തു? എലിമിനേറ്റ് ചെയ്തു. അവരെ കണ്ടുപിടിച്ച് നമ്മൾ എലിമിനേറ്റ് ചെയ്തു. ഇനി ഈ ട്രാൻസ്ഫോർമൻസിനെ നമ്മൾ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു? ടെട്രാസൈക്ലിൻ കണ്ടെയ്നിങ് മീഡിയം, രണ്ടാമത്തെ മീഡിയത്തിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു. രണ്ടാമത്തെ മീഡിയത്തിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ എന്താണ് ഒബ്സർവേഷൻ? എന്താണ് ഒബ്സർവേഷൻ? റീകോമ്പിനൻസ് വിൽ നോട്ട് ഗ്രോ. ഡെഫിനറ്റ്ലി നമുക്കറിയാം, ബിക്കോസ് അവർക്ക് ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് ജീൻ ഇല്ല, അത് ഇനാക്റ്റീവ് ആയി പോയി ഡ്യൂ ടു ദ ഇൻസേർഷൻ ഓഫ് അവർ ജീൻ ഓഫ് ഇൻട്രസ്റ്റ്. റീകോമ്പിനൻസ് വിൽ നോട്ട് ഗ്രോ, ബട്ട് നോൺ റീകോമ്പിനൻസ് വിൽ ഗ്രോ. അതായത് പ്ലാസ്മിഡ് മാത്രമേ ഹോസ്റ്റ് സെല്ലിൽ ഇൻസേർട്ടഡ് ആയിട്ടുള്ളെങ്കിൽ അവർ ഇതിൽ വളരും, ബിക്കോസ് ദേ ഹാവ് ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് ജീൻ വിച്ച് ഇസ് ആക്റ്റീവ്. അപ്പൊ 2 മാർക്കർ ജീൻസ് ഉണ്ട് അല്ലെ, 2 ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീൻസ് ഉണ്ട്. അതിലൊന്ന് വെച്ചിട്ട് ഫസ്റ്റ് നമ്മൾ ട്രാൻസ്ഫോർമൻസിനെ സെലക്ട് ചെയ്യും, ദാറ്റ് ഈസ് ആംപിസിലിൻ റെസിസ്റ്റൻസ് ജീൻ. ആൻഡ് അടുത്തത് വെച്ചിട്ട് നമ്മൾ എന്തിനെ സെലക്ട് ചെയ്യും? ട്രാൻസ്ഫോർമൻസിൽ നിന്ന് റീകോമ്പിനൻസിനെ സെലക്ട് ചെയ്യും. അതിനോട്ടുള്ള ജീൻ ഏതാണ്? ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് ജീൻ. ഓക്കെ, അതാണ് ഈ പാരഗ്രാഫിൽ പറയുന്നത് മൊത്തം കേട്ടോ. ഇത് വായിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട യാതൊരു ആവശ്യമില്ല. എപ്പോഴും പിള്ളേർ ഡൗട്ട് പറയുന്നതാണ്, ഇത് വായിച്ചിട്ടൊന്നും മനസ്സിലാവുന്നില്ല. ദ റീകോമ്പിനന്റ് പ്ലാസ്മിഡ്സ് വിൽ ലൂസ് tetracycline resistance due to insertion of foreign DNA
but can still be selected out from non-recombinant ones by plating the transformants on ampicillin containing medium. The transformants growing on ampicillin containing medium, are then transferred on a medium containing tetracycline. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ആംപീസിലിൻ മീഡിയത്തിൽ ഇട്ടു, അതിനുശേഷം നമ്മൾ ടെട്രാസൈക്ലിൻ മീഡിയത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ദ റീകോമ്പിനൻസ് അത് നമുക്ക് അണ്ടർലൈൻ ചെയ്യാം. ദ റീകോമ്പിനൻസ് വിൽ ഗ്രോ ഇൻ ആംപീസിലിൻ കണ്ടെയ്നിങ് മീഡിയം, അല്ലെ? റീകോമ്പിനൻസ് ആംപീസിലിൻ കണ്ടെയ്നിങ് മീഡിയത്തിൽ വളരും, ബട്ട് നോട്ട് ഓൺ ദാറ്റ് കണ്ടെയ്നിങ് ടെട്രാസൈക്ലിൻ. റീകോമ്പിനൻസ് ടെട്രാസൈക്ലിൻ മീഡിയത്തിൽ വളരുമോ? ഇല്ല, ആംപീസിലിൻ മീഡിയത്തിൽ വളരും. ബട്ട് നോൺ റീകോമ്പിനൻസ് വിൽ ഗ്രോ ഓൺ ദ മീഡിയം കണ്ടെയ്നിങ് ബോത്ത് ദ ആന്റിബയോട്ടിക്സ്. നോൺ റീകോമ്പിനൻസ് ആണെങ്കിൽ രണ്ട് മീഡിയത്തിലും വളരും, അല്ലെ? നോക്കൂ, നോൺ റീകോമ്പിനൻസ് ആണെങ്കിൽ ആംപീസിലിൻ മീഡിയത്തിലും വളരും, ടെട്രാസൈക്ലിൻ മീഡിയത്തിലും വളരും. റീകോമ്പിനൻസ് ആണെങ്കിൽ എവിടെ മാത്രമേ വളരത്തുള്ളൂ? ആംപീസിലിൻ മീഡിയത്തിൽ മാത്രമേ വളരത്തുള്ളൂ, ടെട്രാസൈക്ലിൻ മീഡിയത്തിൽ വളരത്തില്ല. ബിക്കോസ് ദേ ലോസ് ദാറ്റ് പ്രോപ്പർട്ടി. ആ ജീൻ അവിടെ ആക്റ്റീവ് അല്ല. Okay. In this case, one antibiotic resistance gene helps in selecting the transformants. ഒരു antibiotic resistance gene വെച്ച് നമുക്ക് transformantsനെ select ചെയ്യാൻ പറ്റും. And whereas the other antibiotic resistance gene, അടുത്തത് വെച്ചിട്ട് നമ്മൾ എന്തിനെ select ചെയ്യും? Recombinantsനെ select ചെയ്യും. That gene gets inactivated due to the insertion of alien DNA. മറ്റേ antibiotic gene എന്ത് ചെയ്തു? Inactivated ആയി due to the insertion of foreign DNA. And helps in selection of recombinants. തന്നെയാണ് ഞാൻ മുമ്പേ പറഞ്ഞത്. അടുത്ത ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീൻ വെച്ച് നമുക്ക് റീകോമ്പിനൻസിനെ സെലക്ട് ചെയ്യാം, അല്ലേ? Selection of recombinants due to inactivation of antibiotics is a cumbersome procedure because it requires simultaneous plating on two plates having different antibiotics. ഈ സെലക്ഷൻ പ്രോസസ്, നമ്മൾ മുകളിൽ പറഞ്ഞ സെലക്ഷൻ പ്രോസസ്, ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീൻ വെച്ചിട്ട് നമ്മൾ ഹോസ്റ്റ് സെൽസിൽ നിന്ന് ആദ്യം ട്രാൻസ്ഫോർമൻസിനെ സെലക്ട് ചെയ്യുക, പിന്നെ റീകോമ്പിനൻസിനെ സെലക്ട് ചെയ്യുക. ഈ ഒരു പ്രൊസീജിയർ വളരെ ഡിഫിക്കൽട്ട് ആണ്. ബിക്കോസ് രണ്ട് മീഡിയം ഉണ്ടാക്കണം. ആദ്യം ബാക്ടീരിയനെ അല്ലെങ്കിൽ ഹോസ്റ്റ് സെൽസിനെ ഒരു മീഡിയത്തിൽ ഇടണം, ഒരു മീഡിയത്തിൽ പ്ലേറ്റ് ചെയ്യണം, അതിനുശേഷം അടുത്തലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഇതൊക്കെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പ്രൊസീജിയർ ആണ്. സോ നമുക്ക് ഓൾട്ടർനേറ്റീവ് ആയിട്ട് കുറച്ചുകൂടെ ഈസി ആയിട്ടുള്ള ടെക്നിക്സ് അല്ലെങ്കിൽ മെത്തേഡ്സ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. Therefore, alternative selectable markers have been developed which differentiate recombinants from non-recombinants on the basis of their ability to produce color in the presence of a chromogenic substrate. ആ ഓൾട്ടർനേറ്റീവ് മെത്തേഡ് ആണ് പറയുന്നത് കേട്ടോ. അതിനെ നമ്മൾ ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ എന്ന് വിളിക്കും. ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ, അതായത് നമ്മൾ റീകോമ്പിനന്റ് സെൽസിനെ സെലക്ട് ചെയ്യുക എന്നാണല്ലോ നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം. റീകോമ്പിനന്റ് സെൽസിനെ നോൺ റീകോമ്പിനന്റ് സെൽസിൽ നിന്നും സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടെക്നിക്കാണ് ഉപയോഗിക്കുക. അതിന് നമ്മൾ ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ എന്ന് പറയും. അതായത് നമ്മൾ ഫോറിൻ DNA പ്ലാസ്മിഡ് DNA ഒരു പെർട്ടിക്കുലർ റീജിയനിലോട്ട് ഇൻസേർട്ട് ചെയ്യുന്നു. ആ റീജിയനിൽ ഒരു ജീൻ ഉണ്ട്. ആ ജീന് ഒരു എൻസൈമിനെ കോഡ് ചെയ്യുന്നുണ്ട്, ബീറ്റാ ഗാലക്ടോസിഡേസ് എന്ന് പറഞ്ഞ എൻസൈം. ഞാൻ ഡയഗ്രാം വെച്ചിട്ട് പറയാം. ഇങ്ങനെ ചുമ്മാ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവില്ല. എൻ്റെ കയ്യിൽ ഡയഗ്രാം ഉണ്ട്, ഡയഗ്രാം വരച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ ഇത് എഴുതാൻ തുടങ്ങിയപ്പോഴേ ചെയ്ത ഓർത്തൊരു കാര്യമാണ്. ഞാൻ ടെട്രാസൈക്കിളിന് ഇവിടെ ഈ ഇട്ടിട്ടില്ല. അപ്പൊ ഇത് കണ്ടിട്ട് പറയും, അയ്യോ അവിടെ ഈ ഇല്ലാതെ തെറ്റിപ്പോയി എന്നൊക്കെ പറയും. ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. അപ്പം പിന്നെ വിചാരിച്ചു, പിന്നെ ഈ ഇട്ട് കൊടുക്കാന്ന് വിചാരിച്ചു. പിന്നെ ഇപ്പോഴാണ് ഓർത്തത്. ഇവിടെ നമ്മള് പ്ലാസ്മിഡിലെ ഒരു ജീന്, ദ ജീൻ കോഡ് ഫോർ ബീറ്റാ ഗാലക്ടോസിഡേസ്. ബീറ്റാ ഗാലക്ടോസിഡേസ് എന്ന് പറയുന്ന എൻസൈമിനെ കോഡ് ചെയ്യുന്ന ഒരു ജീൻ ഇരിപ്പുണ്ട്. നമുക്കറിയാം ആ ജീൻ എന്ന് പറയുന്നത് ലാക് ഇസഡ് ജീൻ ആണ്, അല്ലെ? നിങ്ങൾ ലാക്കോപ്രോൺ പഠിച്ചപ്പോൾ കണ്ടല്ലേ, ലാക് ഇസഡ് ജീൻ കോഡ് ഫോർ ബീറ്റാ ഗാലക്ടോസിഡേസ്. അപ്പോൾ ഈ ജീന് ഇരിക്കുന്ന പോർഷനിലോട്ട് ഞാൻ എന്തിനെ ഇൻസേർട്ട് ചെയ്തു? എൻ്റെ ജീൻ ഓഫ് ഇൻട്രസ്റ്റിന്, എൻ്റെ DNA ഞാൻ ഇൻസേർട്ട് ചെയ്തു, DNA ഇൻസേർട്ട്. സോ വെൻ ഐ ഇൻസേർട്ട് മൈ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഇൻ ടു ദ region of that gene that code for beta galactosidase, what happened? The gene gets inactivated. Gene എന്തായി? Inactivated ആയി. സോ ഇവിടെ നമ്മൾ ഒന്ന് ഇൻസേർട്ട് ചെയ്തു നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ആണ്, ഫോറിൻ DNA ആണ്. ആരാണ് ഇനാക്ടിവേറ്റ് ആയത്? ഒരു ജീൻ ദാറ്റ് കോഡ് ഫോർ ബീറ്റാ ഗാലക്ടോസിഡേസ്. ഓക്കെ, ദാറ്റ് ഈസ് ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ. ഒരു ഇൻസേർഷൻ ആൻഡ് മറ്റൊരു ഇനാക്ടിവേഷൻ. ഓക്കെ, അപ്പൊ ഞാൻ ഇങ്ങനെ
ഇതിനെ നമ്മൾ എന്ത് വിളിക്കും? RDNA എന്ന് വിളിക്കും. ഞാനിങ്ങനെ റീകോംബിനന്റ് DNA ഉണ്ടാക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് റീകോംബിനന്റ് DNA ഏതാണ് അല്ലെങ്കിൽ നോൺ റീകോംബിനന്റ് DNA എനിക്ക് കണ്ടുപിടിക്കുന്നത്? ഇവരെ ഞാൻ ഹോസ്റ്റ് സെല്ലിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ്. സോ എൻ്റെ കയ്യിൽ ഒരു കളക്ഷൻ ഓഫ് DNAs ഉണ്ടാവും അല്ലെ? അത് റീകോംബിനന്റ് DNA ആകാം, അല്ലെങ്കിൽ നമ്മുടെ DNA, നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് പ്രോപ്പർലി ഇൻസേർട്ടഡ് ആകാത്ത പ്ലാസ്മിഡും ഉണ്ടാകാം അല്ലെ? ലൈക്ക് ദിസ്, ഇങ്ങനെ ഉണ്ടാകാം. അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് അറ്റാച്ച്ഡ് ആയെന്ന് വിചാരിക്കുക, ഇൻസേർട്ടഡ് ആയെന്ന് വിചാരിക്കുക. ഇൻ കേസ് അങ്ങനത്തെ പ്ലാസ്മിഡ്സ് നമ്മുടെ കയ്യിൽ ഉണ്ടാകും. ദാറ്റ് മീൻസ് പ്ലാസ്മിഡ് വിത്തൗട്ട് അവർ ജീൻ ഓഫ് ഇൻട്രസ്റ്റ്. ഒരു കേസ് പ്ലാസ്മിഡ് വിത്ത് അവർ ജീൻ ഓഫ് ഇൻട്രസ്റ്റ്. ആ കേസിൽ ജീൻ ഇവിടെ ഇൻആക്ടിവേറ്റഡ് ആയിപ്പോയി. ഈ രണ്ടാമത്തെ കേസിൽ ജീൻ ഇവിടെ ആക്റ്റീവ് ആണ് അല്ലെ? ഇവിടെ നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഇൻസേർട്ടഡ് ആയിട്ടില്ല. സോ ദിസ് ജീൻ ഈസ് ആക്റ്റീവ് ആൻഡ് ദാറ്റ് കോഡ്സ് ഫോർ ബീറ്റ ഗാലക്ടോസിഡേസ്. ആ എൻസൈം ഇവിടെ ആക്റ്റീവ് ആണ്. മനസ്സിലായോ? ഓക്കെ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? ഇവരെ ഹോസ്റ്റ് സെല്ലിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു. ഹോസ്റ്റ് സെല്ലിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിയുമ്പോൾ ഞാൻ എങ്ങനെയാണ് റീകോംബിനൻസിനെ സെലക്ട് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. സോ നിങ്ങൾക്ക് ഇവിടെ രണ്ട് പോസിബിലിറ്റീസ് കാണാം, രണ്ട് കണ്ടീഷൻസ് കാണാൻ പറ്റും. ഒന്ന് റീകോംബിനൻസ് ആണ്, അടുത്തത് നോൺ റീകോംബിനൻസ് ആണ് അല്ലെ? റീകോംബിനൻസ് എന്ന് പറഞ്ഞാൽ സെൽസ് വിത്ത് റീകോംബിനന്റ് DNA, നമ്മുടെ DNA ഇൻസേർട്ട് ചെയ്ത, ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഇൻസേർട്ട് ചെയ്ത പ്ലാസ്മിഡ് ഉള്ള ആ പ്ലാസ്മിഡ് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ട സെൽസ് അല്ലെ? അടുത്തത് നോൺ റീകോംബിനൻസ് ആണ്, മീൻസ് the transformed cells without our gene of interest, means it has taken the plasmid DNA only. And after transferring my gene of interest into the host cells, എൻ്റെ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഞാൻ ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടു എന്ന് വിചാരിക്കുന്നത്, ഞാൻ വിശ്വസിക്കുന്ന ഹോസ്റ്റ് സെൽസ്. അപ്പൊ അതിൽ RDNA ഉള്ളതുണ്ട്, ഇല്ലാത്തതുണ്ട് അല്ലെ? അതിൽ നിന്ന് എനിക്ക് റീകോംബിനൻസിനെ മാത്രം സെലക്ട് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഹോസ്റ്റ് സെൽസിനെ എന്ത് ചെയ്തു? ഒരു എക്സ്ഗാൽ മീഡിയത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. എക്സ്ഗാൽ മീഡിയം, അഗാറോസ് ജെൽ മീഡിയം ഒക്കെ പറഞ്ഞില്ല, അതുപോലെ ഒരു മീഡിയമാണ്. ഈ ഒരു മീഡിയത്തിലേക്ക് ഞാൻ ഈ ഹോസ്റ്റ് സെൽസിനെ വളർത്താൻ പോവാണ്, അവരെ കൾച്ചർ ചെയ്യാൻ പോവാണ്. അങ്ങനെ കൾച്ചർ ചെയ്യുമ്പോൾ നമ്മുടെ ഹോസ്റ്റ് സെൽസ് എന്ത് ചെയ്യുന്നത്? ഹോസ്റ്റ് സെൽസിനെ നമുക്ക് ചില കോളനീസ്, ബാക്ടീരിയ സെൽസ് കോളനീസ് ആയിട്ടാണ് വളരാൻ നിങ്ങൾക്ക് അറിയാം. ചില കോളനീസ് വൈറ്റ് കളറിൽ കാണപ്പെടും, ചില കോളനീസ് ബ്ലൂ കളറിൽ കാണപ്പെടും. അങ്ങനെ വൈറ്റ് കളറിൽ കാണപ്പെട്ട കോളനീസ് ആണെങ്കിൽ അവര് റീകോംബിനൻസ് ആണ്. ഓക്കെ, വൈറ്റ് കളേർഡ് കോളനീസ് ആണെങ്കിൽ റീകോംബിനൻസ് ആണ്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കളർലെസ് കോളനി എന്നാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ വൈറ്റ് കളറിലുള്ള കളർലെസ് കോളനി ആണെങ്കിൽ അത് എന്താണ്? റീകോംബിനൻസ് ആണ്. അല്ല, ബ്ലൂ കളേർഡ് കോളനീസ് ആണെങ്കിൽ അവര് നോൺ റീകോംബിനൻസ് ആണ്. നോൺ റീകോംബിനൻസ്. അപ്പൊ എന്തുകൊണ്ടായിരിക്കും നോൺ റീകോംബിനൻസിന് ബ്ലൂ കളർ വന്നത്? ബിക്കോസ് ഓഫ് ദ എൻസൈം ബീറ്റ ഗാലക്ടോസിഡേസ്. ഈ നോൺ റീകോംബിനൻസിൽ ബീറ്റ ഗാലക്ടോസിഡേസ് എൻസൈം ആക്റ്റീവ് ആണ് അല്ലെ? ബിക്കോസ് അതിനെ കോഡ് ചെയ്യുന്ന ജീൻ അവിടെ ആക്റ്റീവ് ആണ് നോൺ റീകോംബിനൻസിൽ. കണ്ടോ? ഓക്കെ, ബീറ്റ ഗാലക്ടോസിഡേസ് എൻസൈം ഈസ് ആക്റ്റീവ്. അപ്പൊ ഈ എൻസൈം എക്സ്ഗാൽ മീഡിയമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴാണ് നമ്മുടെ ബാക്ടീരിയൽ കോളനിക്ക് ബ്ലൂ കളർ ഉണ്ടാകുന്നത്. Because X-gal is the chromogenic substrate for beta galactosidase. അങ്ങനെ ബ്ലൂ കളറിൽ ബാക്ടീരിയൽ കോളനി കാണപ്പെടുകയാണെങ്കിൽ അത് നോൺ റീകോംബിനൻസ് ആണെന്ന് മനസ്സിലാക്കാം. ബിക്കോസ് അതിനകത്ത് നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഇൻസേർട്ടഡ് ആയിട്ടില്ല. ഇൻസേർട്ടഡ് ആയിട്ടുണ്ടെങ്കിൽ ബീറ്റ ഗാലക്ടോസിഡേസ് അവിടെ ആക്റ്റീവ് ആകില്ല, ആ ജീൻ അവിടെ ആക്റ്റീവ് ആകില്ല. ഓക്കെ, ഇനി റീകോംബിനൻസ് ആണ് നമ്മൾ എങ്ങനെ മനസ്സിലാക്കി? ആ വൈറ്റ് കളേർഡ് കോളനീസ് കണ്ടിട്ടാണ്. എന്തുകൊണ്ടായിരിക്കും ആ വൈറ്റ് കളറിൽ കോളനീസ് കാണപ്പെട്ടത്? ബിക്കോസ് അവിടെ ബീറ്റ ഗാലക്ടോസിഡേസ് എൻസൈം ഇൻആക്റ്റീവ് ആണ്. അതിനെ കോഡ് ചെയ്യുന്ന ജീൻ അവിടെ ഇൻആക്ടിവേറ്റഡ് ആയി പോയി ഡ്യൂ ടു ദ ഇൻസേർഷൻ ഓഫ് അവർ ജീൻ ഓഫ് ഇൻട്രസ്റ്റ്. സോ ഇൻ ദ ആബ്സെൻസ് ഓഫ് ബീറ്റ ഗാലക്ടോസിഡേസ് എൻസൈം ഈ ബാക്ടീരിയൽ കോളനി എന്ത് കളറിൽ കാണപ്പെട്ടു? വൈറ്റ് കളറിൽ കാണപ്പെട്ടു. ഇതിനെ നമ്മൾ ബ്ലൂ വൈറ്റ് ടെക്നിക് എന്നും പറയാറുണ്ട് കേട്ടോ. ഓക്കെ, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കളർലെസ് കോളനി എന്നാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, നമുക്കിനി അതിലേക്ക് തിരിച്ചു പോകാം. ഇൻസേർഷൻ ഇൻആക്ടിവേഷൻ. In this, a recombinant DNA is inserted within the coding sequence of an enzyme beta galactosidase. നമ്മൾ പറഞ്ഞാൽ തിരുത്തട്ടെ, നമ്മുടെ ഫോറിൻ DNA ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെയാണ് കേട്ടോ ഇവിടെ. നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് നമ്മുടെ ജീനിനെ നമ്മൾ എവിടെയാണ് ഇൻസേർട്ട് ചെയ്യുന്നത്? ഇൻ ദ കോഡിംഗ് സീക്വൻസ് ഓഫ് ആൻ എൻസൈം ബീറ്റ ഗാലക്ടോസിഡേസ്. പ്ലാസ്മിഡിന്റെ ഒരു ജീൻ അല്ലെ, ഒരു കോഡിംഗ് സീക്വൻസ്. അതെന്തിനാണ് കോഡ് ചെയ്യുന്നത്?
ബീറ്റ ഗാലക്ടോസിഡേസ് എന്ന എൻസൈമിനെ കോഡ് ചെയ്യുന്നു. അതിലേക്കാണ് നമ്മൾ ഫോറിൻ DNA ഇൻസേർട്ട് ചെയ്യുന്നത്. This results into inactivation of the enzyme, which is referred to as insertional inactivation. അപ്പൊ insertional inactivation എന്താണെന്ന് മനസ്സിലായി? ബീറ്റ ഗാലക്ടോസിഡേസിനെ കോഡ് ചെയ്യുന്ന ജീൻ ഇരിക്കുന്ന പോർഷനിലോട്ട് നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഇൻസേർട്ട് ചെയ്തപ്പോൾ ആ ജീൻ ഇനാക്ടിവേറ്റഡ് ആയി. The presence of a chromogenic substrate gives blue colored colony. അപ്പോൾ ഈ ഹോസ്റ്റ് ബാക്ടീരിയയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ട പ്ലാസ്മിഡിനകത്ത് നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഇല്ല എങ്കിൽ ബീറ്റ ഗാലക്ടോസിഡേസ് എൻസൈം അവിടെ ആക്റ്റീവ് ആണ്. എൻസൈമിന്റെ പ്രൊഡക്ഷൻ ഇറ്റ് ഗീവ്സ്, അതാണ് ബാക്ടീരിയൽ കോളനിക്ക് ബ്ലൂ കളർ കൊടുക്കുന്നത്. പ്രസൻസ് ഓഫ് ഇൻസേർട്ട് റിസൾട്ട്സ് ഇൻടു ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ. നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് അവിടെ ഇൻസേർട്ടഡ് ആയിട്ടുണ്ടെങ്കിൽ, ആ ഇൻസേർട്ട് അവിടെ ഉണ്ടെങ്കിൽ that results into insertional inactivation of the beta galactosidase. Beta galactosidase എന്ന് പറഞ്ഞ എൻസൈമിന്റെ ഇനാക്ടിവേഷൻ അവിടെ നടക്കും. ആൻഡ് ദ കോളനീസ് ഡു നോട്ട് പ്രൊഡ്യൂസ് എനി കളർ. ദീസ് ആർ ഐഡന്റിഫൈഡ് ആസ് റീകോംബിനന്റ് കോളനീസ്. അങ്ങനെ നമ്മൾ റീകോംബിനന്റ് സെൽസിനെ ഐഡന്റിഫൈ ചെയ്തെടുക്കുന്നു. ഇതാണ് സിമ്പിൾ മെത്തേഡ്. എങ്ങനെയാണ്? ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ വഴി. അടുത്ത ഒരു പാരഗ്രാഫ് ഉണ്ട്, അതൊരു പറഞ്ഞ ക്ലാസ് വേണ്ടി ചെയ്യാം. വെക്ടേഴ്സ് ഫോർ ക്ലോണിങ് ജീൻസ് ഇൻ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. നമ്മൾ ഇത്രയും നേരം ബാക്ടീരിയയിൽ ജീൻ ക്ലോണിങ് നടത്തുന്ന കാര്യമാണ് പറഞ്ഞത്. ബാക്ടീരിയനെ ഹോസ്റ്റ് സെല്ലായിട്ട് വെച്ചുകൊണ്ട് അതിൽ നമ്മൾ ജീൻ ക്ലോണിങ് നടത്തുന്ന കാര്യമാണ് പറഞ്ഞത്. അതിന് വേണ്ടിയിട്ടുള്ള വെക്ടേഴ്സിനെ കുറിച്ചൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്കൊരു യൂകാരിയോട്ടിക് സെല്ലിനകത്ത് ക്ലോണിങ് നടത്തണം എന്ന് വിചാരിക്കുക. മീൻസ് നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ നമുക്കൊരു പ്ലാന്റ് സെല്ലിലോട്ടോ ആനിമൽ സെല്ലിലോട്ടോ ഒക്കെ ഇൻസേർട്ട് ചെയ്യണമെന്ന് വിചാരിക്കാം. അങ്ങനെയാകുമ്പോൾ എങ്ങനെയായിരിക്കും നടക്കുക? അതിനുവേണ്ടിയുള്ള വെക്ടേഴ്സ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ സാധ്യമാകുമോ? അതൊക്കെ സാധ്യമാകും. ദാറ്റ് ഈസ് പോസിബിൾ. നമുക്ക് ഇഷ്ടമുള്ള ജീനെ പ്ലാന്റ് സെല്ലിലേക്കോ ആനിമൽ സെല്ലിലേക്കോ ഒക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. വി ഡെവലപ്പ് ദ ടെക്നിക്. You may be surprised to know that we have learned the lesson of transferring genes into plants and animals from bacteria and viruses which have known for these ages. How to deliver genes to transform eukaryotic cells and force them to do what the bacteria or viruses want. ബാക്ടീരിയ സെൽസിൽ നിന്നോ അല്ലെങ്കിൽ വൈറസസിൽ നിന്നോ ഒക്കെ ഉള്ള ജീൻസ് നമുക്ക് പ്ലാന്റ്സിലോട്ടോ ആനിമൽസിലോട്ടോ ഒക്കെ ട്രാൻസ്ഫർ ചെയ്യിക്കാണ്. അതിനുള്ള ടെക്നിക്കൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ അഗ്രോബാക്ടീരിയം ടുമിഫേഷ്യൻസ് അണ്ടർലൈൻ ചെയ്ത് പഠിച്ചോ. ഒരു എക്സാമ്പിൾ പറയുന്നു. അഗ്രോബാക്ടീരിയം ടുമിഫേഷ്യൻസ് ഇതൊരു പ്ലാന്റ് പത്തോജൻ ആണ്. ഒരു പത്തോജനിക് ബാക്ടീരിയ ആണ്. പത്തോജൻ ഓഫ് സെവറൽ ഡൈക്കോട്ട് പ്ലാന്റ്സ് ഈസ് ഏബിൾ ടു ഡെലിവർ എ പീസ് ഓഫ് DNA നോൺ ആസ് tDNA. ഈ അഗ്രോബാക്ടീരിയത്തിന് ഒരു കേപ്പബിലിറ്റി ഉണ്ട്. അത് പതോജനിക്കാന്ന് പറഞ്ഞു ഡൈക്കോട്ട് പ്ലാന്റ്സിൽ, അല്ലെ? അപ്പൊ എങ്ങനെയാണ് അത് പ്ലാന്റ്സിൽ പതോജനിക്കായി മാറുന്നത്? ബിക്കോസ് ഇറ്റ് ഈസ് ഏബിൾ ടു ഡെലിവർ എ പീസ് ഓഫ് DNA നോൺ ആസ് tDNA. അത് പ്ലാസ്മിഡ് DNA ആണ്. tDNA എന്ന് പറഞ്ഞാൽ ട്യൂമർ ഇൻഡ്യൂസിങ് DNA. T സ്റ്റാൻഡ് ഫോർ ട്യൂമർ ഇൻഡ്യൂസിങ് DNA ആണ്. ടു ട്രാൻസ്ഫോം the normal plant cells into tumor and direct these tumor cells to produce the chemicals required by the pathogen. അപ്പൊ ഈ അഗ്രോബാക്ടീരിയം ടുമിഫേഷ്യൻസ് എന്താണ് ചെയ്യുന്നത്? അതിന്റെ ഒരു പീസ് ഓഫ് DNA നോൺ ആസ് tDNA, അല്ലെ, ട്യൂമർ ഇൻഡ്യൂസിങ് DNA പ്ലാന്റ് സെൽസിലേക്ക് ഡെലിവറി ചെയ്യുന്നു. പ്ലാന്റ് സെൽസിലേക്ക് ഡെലിവറി ചെയ്ത് കഴിയുമ്പോൾ എന്താ പറ്റുക? നോർമൽ പ്ലാന്റ് സെൽസ് ട്യൂമർ സെൽസ് ആയിട്ട് മാറും. ആൻഡ് ദീസ് ട്യൂമർ സെൽസ് പ്രൊഡ്യൂസ് ദ കെമിക്കൽസ് റിക്വയർഡ് ബൈ ദ പതോജൻ. അതായത് ഈ ബാക്ടീരിയക്ക് വേണ്ടിയിട്ടുള്ള കെമിക്കൽസ് ഈ ട്യൂമർ സെൽസ് പിന്നെ പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് ഇതിന്റെ പതോജനിക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ആരുടെ? നമ്മുടെ അഗ്രോബാക്ടീരിയം ടുമിഫേഷ്യൻസിന്റെ. സിമിലാർലി റിട്രോവൈറസസ്, മറ്റൊരു എക്സാമ്പിൾ പറയുന്നത് റിട്രോവൈറസസ് ആണ്. റിട്രോവൈറസസ് ഇൻ ആനിമൽസ് ഹാവ് ദ എബിലിറ്റി ടു ട്രാൻസ്ഫോം നോർമൽ സെൽസ് ഇൻടു ക്യാൻസറസ് സെൽസ്. ആനിമൽസിന്റെ കേസിൽ റിട്രോവൈറസസിന് ആനിമൽ സെൽസിനെ ക്യാൻസറസ് സെൽസ് അല്ലെങ്കിൽ ട്യൂമർ സെൽസ് ആക്കി മാറ്റാനായിട്ടുള്ള കഴിവുണ്ട്. Because they also have the ability to deliver its genetic material into the human cells. A better understanding of the art of delivering genes by pathogens in the eukaryotic host has generated knowledge to transform these tools of pathogens into useful vectors for delivering genes of interest to humans. So first of all, നമ്മൾ എന്ത് ചെയ്യണം? ഈ pathogenic organisms like agrobacterium tumifaciens ആയാലും retroviruses ആയാലും അവരെ നോൺ പതോജനിക് ആക്കി മാറ്റണം. എന്നിട്ട് നമ്മൾ അവരെ വെക്ടേഴ്സ് ആയിട്ട് ഡിസൈൻ ചെയ്യുക, വെക്ടേഴ്സ് ആയിട്ട് മോഡിഫൈ ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ പ്ലാന്റ് സെല്ലിലോ ആനിമൽ സെല്ലിലോ ട്രാൻസ്ഫർ ചെയ്യാം. ഓക്കെ,
The tumor-inducing TI plasmid of the tumor-inducing TI plasmid of Agrobacterium tumefaciens have now been modified into a cloning vector, which is no more pathogenic to the plants, but still able to use the mechanisms to deliver genes of our interest into a variety of plants. അപ്പോൾ അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസിന്റെ ട്യൂമർ ഇൻഡ്യൂസിങ് ടി എ പ്ലാസ്മിഡ് നമ്മൾ നോൺ പതോജനിക് ആക്കി മാറ്റി അല്ലേ. എന്നിട്ട് അത് നമ്മൾ ക്ലോണിങ് വെക്ടർ ആയിട്ട് ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ പല പ്ലാന്റ്സിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. സിമിലാർലി റിട്രോവൈറസസ്, അതുപോലെ തന്നെ റിട്രോവൈറസസ് ആനിമൽസിലെ പതോജനിക് ആയിട്ടുള്ളവരാണ് അല്ലെ. മീൻസ് അവരുടെ ജനറ്റിക് മെറ്റീരിയൽ ആനിമൽ സെൽസിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ആനിമൽ സെൽസിനെ ട്യൂമേഴ്സ് ആക്കി മാറ്റാൻ കഴിവുള്ളവരാണ്. ഇവരെ നമ്മൾ എന്ത് ചെയ്തു? റിട്രോവൈറസസ് ഹാവ് ഓൾസോ ബീൻ ഡിസാംഡ്. അവരെ നമ്മൾ നോൺ പതോജനിക് ആക്കിയിട്ട് നൗ യൂസ് ടു ഡെലിവർ ഡിസൈറബിൾ ജീൻസ് ഇൻ ടു ആനിമൽ സെൽസ്. അവരെ നമ്മൾ വെക്ടേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നു. സോ പ്ലാന്റ് സെല്ലിലേക്ക് ജീൻസിനെ ഡെലിവറി ചെയ്യാൻ വേണ്ടിയുള്ള ഒരു വെക്ടർ എന്താണ്? എക്സാമ്പിൾ പറയുക, അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസ്. ആനിമൽ സെല്ലിലേക്ക് ജീൻസ് ഡെലിവർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു വെക്ടർ റിട്രോവൈറസസ്. സോ വൺസ് എ ജീൻ ഓർ എ ഫ്രാഗ്മെന്റ് ഹാസ് ബീൻ ലിഗേറ്റഡ് ഇൻ ടു എ സ്യൂട്ടബിൾ വെക്ടർ, നമ്മുടെ DNA ഫ്രാഗ്മെന്റ് ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഒരു വെക്ടറിലേക്ക് ലിഗേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ഇൻ ടു എ ബാക്ടീരിയൽ, പ്ലാന്റ് ഓർ ആനിമൽ ഹോസ്റ്റ്. നമുക്ക് അതിനെ എന്തിലേക്കൊക്കെ ട്രാൻസ്ഫർ ചെയ്യാം? ഒന്നെങ്കിൽ ബാക്ടീരിയ സെല്ലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം, അല്ലെങ്കിൽ പ്ലാന്റ് സെല്ലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം, അതും അല്ലെങ്കിൽ ആനിമൽ സെല്ലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പൊ ഇവരൊക്കെ ഹോസ്റ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. വേർ ദീസ് ഫോറിൻ DNA മൾട്ടിപ്ലൈസ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് എന്താണ് പറഞ്ഞത്? ക്ലോണിങ് വെക്ടേഴ്സിനെ കുറിച്ചാണ് പറഞ്ഞത്. അതുപോലെ വെക്ടേഴ്സിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ആണ് ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഓരോ പോയിന്റും മറക്കാതെ പഠിക്കണം. എന്തൊക്കെയാണ്? ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ഉണ്ടായിരിക്കണം വെക്ടറിൽ, സെലക്ടബിൾ മാർക്കർ ജീൻസ് ഉണ്ടായിരിക്കണം, ക്ലോണിങ് സൈറ്റ്സ് ഉണ്ടായിരിക്കണം. മാർക്കർ ജീൻസിനെ വെച്ചിട്ട് എങ്ങനെയാണ് നിങ്ങൾ ട്രാൻസ്ഫോർമേൻസിനെയും നോൺ ട്രാൻസ്ഫോർമേൻസിനെയും അല്ലെങ്കിൽ റീകോമ്പിനൻസിനെയും നോൺ റീകോമ്പിനൻസിനെയും സെലക്ട് ചെയ്യുന്നത്. അതേപോലെ ഇൻസേർഷണൽ ഇൻആക്ടിവേഷൻ ടെക്നിക്ക് ഉപയോഗിച്ച് നമ്മൾ റീകോമ്പിനൻസിനെ സെലക്ട് ചെയ്യുന്ന വിധം പറഞ്ഞു. പിന്നെ വെക്ടേഴ്സ് ഫോർ ക്ലോണിങ് ജീൻസ് ഇൻ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. പ്ലാന്റ്സിലും ആനിമൽസിലും ഒക്കെ നമുക്ക് ജീൻസ് ക്ലോൺ ചെയ്യണമെങ്കിൽ ഉപയോഗിക്കുന്ന വെക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു. ഓക്കെ.